ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ എന്ന ശക്തമായ നായക കഥാപാത്രത്തിനു നേരെ ഒട്ടും കൂസലില്ലാതെ മനസ്സിലായോ സാറേ എന്ന പഞ്ച് ഡയലോഗ് പറഞ്ഞ വില്ലനെ അത്ര പെട്ടെന്നൊന്നും പ്രേക്ഷകർക്ക് മറക്കാൻ സാധിക്കില്ല. സൈക്കോ വൈബ്രേഷനുള്ള കഥാപാത്രത്തെ അത്രയും പരിപൂർണതയിലാണ് വിനായകൻ എന്ന നടൻ ചെയ്തു വെച്ചിട്ടുള്ളത്. ഒരു തരത്തിൽ പറഞ്ഞാൽ മറ്റാർക്കും അഭിനയിച്ച് ഫലിപ്പിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള അഭിനയം. റിലീസിനെത്തി 7 മാസങ്ങൾ പിന്നിടുമ്പോൾ വീണ്ടും വർമ്മൻ ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. സിനിമയുടെ നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സ് പങ്കുവച്ചൊരു പോസ്റ്റാണ് ഈ ചർച്ചയ്ക്ക് പിന്നിൽ. എന്നാ സാറേ മനസ്സിലായോ? വാട്ട് ഇഫ് വർമ്മൻ റിക്രൂട്ട്സ് ദേവ ടു സ്മഗിൾ ദ ക്രൗൺ? കിരീടം കണ്ടെത്താൻ വർമ്മൻ ദേവയെ റിക്രൂട്ട് ചെയ്താൽ എങ്ങനെയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വർമ്മന്റെ ചിത്രവും ഒപ്പം അയൺ ഫിലിമിലെ സൂര്യയുടെ കഥാപാത്രമായ ദേവയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. പോസ്റ്റ് പുറത്തെത്തിയതും ആരാധകർ ഒന്നടങ്കം രംഗത്തെത്തി. ഭൂരിഭാഗത്തിനും അറിയേണ്ടത് ജയിലർ 2 ആണോ അയൺ 2 ആണോ ഈ പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചതെന്നായിരുന്നു. മാത്രമല്ല, ജയിലർ 2-വിൽ സൂര്യ ഉണ്ടാകുമെന്ന് പറയുന്നവരും അയൺ 2-വിൽ വിനായകൻ കാണുമെന്ന് പറയുന്നവരും ഒരു ഭാഗത്തുണ്ട്. ഇനി ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വിനായകൻ ഫാൻസും മറുവശത്തുണ്ട്. ജയിലറിലെ ദിനോസറിന് പകരം മറ്റൊരാളെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ലെന്നും ഇത്തരത്തിൽ സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ലെന്നാണ് ഇക്കൂട്ടർ പറയുന്നത്. ആദ്യ ഭാഗത്തിൽ വർമ്മൻ മരിച്ചതായാണ് കാണിക്കുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ സൂര്യ വർമ്മന്റെ സംഘത്തിലുള്ള ഒരാളായി എത്താൻ സാധ്യതയുണ്ടെന്ന അഭിപ്രായമുള്ളവരും നിരവധിയാണ്. വിഗ്രഹങ്ങൾ മോഷ്ടിച്ച് വിദേശത്തേക്ക് കടത്തി അയക്കുന്ന ഒരു മലയാളി ഗുണ്ടാ സംഘത്തലവനായാണ് സിനിമയിലെ വിനായകൻ അവതരിപ്പിക്കുന്ന വർമ്മൻ എന്ന കഥാപാത്രം. സന്തോഷം വരുമ്പോൾ തന്റെ സംഘത്തിനോടൊപ്പം പാട്ട് വെച്ച് നൃത്തം ചെയ്യുകയും അതുപോലെ ദേഷ്യം വരുമ്പോൾ കൊടും ക്രൂരനായി മാറുകയും ചെയ്യുന്ന വർമ്മൻ സിനിമയിലെ നിലവിലുള്ള വില്ലൻ കഥാപാത്രങ്ങളെ മാറ്റിമറിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു. പാറിപ്പറന്ന മുടിയും താടിയും അലസമായ വസ്ത്രധാരണവും മനുഷ്യരെ ക്രൂരമായി കൊല്ലാൻ തെല്ലും മടിയില്ലാത്ത നടന്റെ അഭിനയത്തെ വെല്ലാൻ മറ്റാർക്കും സാധിച്ചെന്ന് വരില്ല. ഇരിപ്പിലും നടപ്പിലും നോട്ടത്തിലും വാക്കിലും പ്രവൃത്തിയുമെല്ലാം കഥാപാത്രത്തിന്റെ പരിപൂർണത കാണാൻ സാധിക്കും. സൂപ്പർ സ്റ്റാറുകളായ രജനീകാന്തും മോഹൻലാലും ഉണ്ടായിട്ട് പോലും സ്ക്രീൻ പ്രസൻസ് കൊണ്ട് ഒരു പടിക്ക് മുകളിലുള്ള അഭിനയമായിരുന്നു വിനായകൻ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെയാണ് 2023-ൽ പ്രേക്ഷകർ ഒന്നടങ്കം ഇന്ത്യ കണ്ട മികച്ച വില്ലൻ വേഷമെന്ന വിശേഷണം വിനായകന് നൽകിയത്. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ പുറത്തെത്തിയപ്പോഴും വർമ്മന് പകരമായി മറ്റൊരാളെ ചിന്തിക്കാൻ പോലും പ്രേക്ഷകർക്ക് കഴിയാത്തത്. ജയിലറിന് 2ാം ഭാഗം ഉണ്ടാകുമെന്ന് സംവിധായകൻ നെൽസൺ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. അന്നു മുതൽ ആരാധകർ ഒന്നടങ്കം ആവേശത്തോടെയാണ് ഈ വാർത്ത ഏറ്റെടുത്തത്. ഒരു പക്ഷേ ഫാൻസ് ഒപ്പീനിയൻ അറിയുക എന്ന ഉദ്ദേശത്തിലായിരിക്കണം സൺ പിക്ചേഴ്സ് ഇത്തരത്തിലൊരു പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ടാവുക. എന്തായാലും ഒരൊറ്റ പോസ്റ്റർ സോഷ്യൽ മീഡിയ മുഴുവൻ ഇളക്കി മറിച്ചിരിക്കുകയാണ്. ജയിലർ 2 ആണോ അയൺ 2 ആണോ വരാൻ പോകുന്നതെന്ന് കണ്ടറിയാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.